സമൂഹത്തെ, സ്നേഹബന്ധങ്ങളെ, എന്തിനേറെ സ്വന്തം ജീവനെ പോലും കടിച്ചു കീറുന്ന വൻ വിപത്തായി മാറിയിരിക്കുകയാണ് ലഹരി. ലഹരിക്കെതിരെയുള്ള ഏതൊരു ഉദ്യമത്തിലും അമൽ ജ്യോതി എന്നും മുന്നിൽ തന്നെയാണ്. വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വിവിധ തരത്തിലുള്ള കാര്യപരിപാടികൾക്കാണ് ലഹരിക്കെതിരെ അമൽ ജ്യോതി നേതൃത്വം നൽകുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ കാണുന്നത് പോലെ നമ്മുടെ സ്റ്റേജിന്റെ സൈഡിലായിട്ട് ഇവിടെ ഡ്രോയിങ് ക്ലബിന്റെ നേതൃത്വത്തിൽ ലൈവ് ആയിട്ടുള്ള ഡ്രോയിങ് ആണ് നടത്തുന്നത്. അതുപോലെ തന്നെ സ്റ്റുഡൻസ് കൗൺസിലിന്റെ ഭാഗമായി പലതരത്തിലുള്ള ഡെക്കറേഷൻസ് നമ്മുടെ RB ലോണിന്റെ ചുറ്റും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെയുള്ള ഒരു ഉദ്യമമാണ് ഈ കാണുന്ന പിക്സൽ ആർട്ട്. ഈ പിക്സൽ ആർട്ട് ഒരു ചിത്രം പതിപ്പിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഏറെ ബഹുമാനപ്പെട്ട ശ്രീകണ്ഠൻ നായർ സാറിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നല്ല കൈയടികളോടുകൂടി നമുക്ക് നമ്മുടെ ശ്രീകണ്ഠൻ നായർ സാറിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. നല്ല കൈയടികളോടുകൂടി നല്ല കൈയടി നൽകുക നമ്മുടെ ശ്രീകണ്ഠൻ നായർ സാറിന്. Give him a big round of applause. അടുത്തതായിട്ട് നമ്മുടെ ഡയറക്ടർ അച്ഛൻ റോയ് എബ്രഹാം അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിൻസിപ്പൽ ലില്ലിക്കുട്ടി മാമിനെയും സ്വാഗതം ചെയ്യുന്നു. ഡീൻ ഓഫ് സ്റ്റുഡന്റ് അഫയേഴ്സ് ബിനോയ് കോശി സാറിനെയും നമ്മുടെ പിക്സൽ ആർട്ട് കംപ്ലീറ്റ് ചെയ്യാനായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഏറെ ബഹുമാനപ്പെട്ട കാഞ്ഞിരപ്പള്ളി DYSP M അനിൽകുമാർ സാറിനെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്വന്തം റൂബൻ തോട്ടുപറമ്പിൽ അച്ഛനെയും സ്വാഗതം ചെയ്യുന്നു പിക്സൽ ആർട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിനായി. നമ്മുടെ സ്വന്തം ഉഷ മാമിനെയും സ്വാഗതം ചെയ്യുന്നു പിക്സൽ ആർട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിനായി. അതുപോലെ തന്നെ നമ്മുടെ വിജയകുമാർ സാറിനെയും ക്രിസ്റ്റീന മാമിനെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അപ്പൊ അമൽ ജ്യോതി നമ്മുടെ NSS ആൻഡ് സ്റ്റുഡൻസ് വോളണ്ടിയേഴ്സിനോടും ഈ പിക്സൽ ആർട്ട് എത്രയും മനോഹരമായി എത്രയും വേഗം തന്നെ കംപ്ലീറ്റ് ചെയ്യാനായി സ്വാഗതം ചെയ്യുന്നു. അമൽ ജ്യോതിയുടെ ചുണക്കുട്ടികളെ ലഹരിക്കെതിരെയുള്ള ഈ ഒരു ഉദ്യമത്തിൽ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു പിക്സൽ ആർട്ട് പൂർത്തിയാക്കുന്നതിനായി അമൽ ജ്യോതിയുടെ ചുണക്കുട്ടികളെ സ്വാഗതം ചെയ്യുന്നു. അപ്പൊ നമ്മുടെ NSS സ്റ്റുഡന്റ് വോളണ്ടിയേഴ്സ് and all our volunteers, please come forward to complete our masterpiece, Pixel Art. അടുത്തതായി നമ്മുടെ ഏറെ ബഹുമാനപ്പെട്ട വിശിഷ്ട അതിഥികളെ ഏവരെയും സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഏറെ ബഹുമാനപ്പെട്ട ശ്രീകണ്ഠൻ നായർ സർ, ഡയറക്ടർ അച്ഛൻ, പ്രിൻസിപ്പൽ മാം, ഡീൻ ഓഫ് സ്റ്റുഡന്റ് അഫയേഴ്സ്, എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അമൽ ജ്യോതി ക്രൂവിനെ മുഴുവനായി സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഏറെ ബഹുമാനപ്പെട്ട ശ്രീകണ്ഠൻ നായർ സർ ആൻഡ് 24 ക്രൂ, ഡയറക്ടർ, പ്രിൻസിപ്പൽ മാം, ഡീൻ ഓഫ് സ്റ്റുഡന്റ് അഫയേഴ്സ്, നമ്മുടെ DYSP സർ, എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഈ അമൽ ജ്യോതി കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. നല്ല കൈയടികളോടുകൂടി നമുക്ക് നമ്മുടെ വിശിഷ്ടാതിഥികളെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം. അമൽ ജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഓട്ടോണോമസ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സേ നോ ടു ഡ്രഗ്സ് എന്ന ക്യാമ്പയിൻ ആണ്. ഒരു വലിയ കയ്യടി കൊടുത്ത് നമ്മുടെ പിക്സൽ ആർട്ട് ഇവിടെ റെഡി ആവുന്നു. നമ്മുടെ ക്രൂ മെമ്പേഴ്സ് നമ്മുടെ സ്റ്റേജിൽ നമ്മളൊപ്പം ഇവിടെ ഉണ്ട്. ഒരു വലിയ കയ്യടി കൊടുത്ത് ദിസ് ഈസ് ആന്റി ഡ്രഗ് ക്യാമ്പയിൻ. അമൽ ജ്യോതി ഏറെ സന്തോഷത്തോടെ ഏറെ സ്നേഹത്തോടു കൂടി നമ്മുടെ വിശിഷ്ടാതിഥികളെ നമുക്ക് സ്വാഗതം ചെയ്യാം. എല്ലാവരും നല്ലൊരു കൈയടികൾ നമ്മുടെ വിശിഷ്ടാതിഥികൾക്ക് നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
The dignitaries on the dais, please be seated. അമൽ ജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് നടത്തുന്ന ആന്റി ഡ്രഗ്സ് ക്യാമ്പയിൻ ആണിത്. നമ്മുടെ കൂടെ ഇന്നുള്ളത് 24 ന്യൂസ് ടീം ആൻഡ് DYSP സാർ ആണ്. ഞങ്ങളുടെ heartfelt thank you for being with us today. It is our extreme honor to host you here. 40 വർഷങ്ങൾ നീണ്ട മാധ്യമ ജീവിതം, മലയാളികളുടെ സ്വീകരണ മുറിയിലെ പ്രധാന അംഗമായി മാറിയ വ്യക്തി ശ്രീകണ്ഠൻ നായർ സർ. ജനകീയ വിഷയങ്ങൾ ജനകീയമായി സരസമായ രീതിയിൽ അവതരിപ്പിച്ച് മലയാളികളുടെ പ്രിയങ്കരനായി മാറിയ അദ്ദേഹം വ്യത്യസ്തമായ അവതരണത്തിലൂടെയും ദൃശ്യ സാങ്കേതിക വിദ്യയുടെ സമന്വയത്തിലൂടെയും മലയാളികളുടെ വീടുകളിൽ ദൃശ്യവിസ്മയം തീർത്തുകൊണ്ടിരിക്കുകയാണ്. 1959 കഥകളുടെ നാടായ കൊട്ടാരക്കരയ്ക്കടുത്ത് മേലിലയിൽ ജനനം. കേരളവർമ്മ കോളേജിൽ അധ്യാപകനായിരുന്ന അദ്ദേഹം ദൂരദർശനിലെ ഒരു നിമിഷം എന്ന പരിപാടിയിലൂടെയാണ് മാധ്യമരംഗത്ത് കടന്നു വരുന്നത്. ഏഷ്യാനെറ്റ്, മനോരമ, സൂര്യ TV തുടങ്ങിയ മാധ്യമ ചാനലുകളിൽ പ്രവർത്തിച്ച അദ്ദേഹം ഇപ്പോൾ 24 ഫ്ലവേഴ്സ് തുടങ്ങിയ ജനകീയ ചാനലുകളുടെ മാനേജിംഗ് ഡയറക്ടറായി പ്രവർത്തിക്കുന്നു. മാധ്യമ പ്രവർത്തനത്തിന്റെ 40 വർഷങ്ങൾ പിന്നിടുമ്പോൾ അത് വെറും കേവലം ആഘോഷങ്ങളിൽ ഒതുക്കാതെ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ലഹരിക്ക് അടിമപ്പെട്ട കേരളത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ ശ്രീകണ്ഠൻ നായർ സാറിന് മലയാളികളുടെ സ്വന്തം SKN അമൽ ജ്യോതി കുടുംബത്തിന്റെ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ഏറെ ബഹുമാനപ്പെട്ട 24 ഫ്ലവേഴ്സ് ചാനലുകളുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീകണ്ഠൻ നായർ സാറിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആദരവ് കൊടുക്കാനായി നമ്മുടെ സ്വന്തം ഡയറക്ടർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പ്രിൻസിപ്പലിനെ സ്വാഗതം ചെയ്യുന്നു. നല്ല കൈയടികൾ നമുക്ക് നമ്മുടെ വിശിഷ്ടാതിഥികൾക്ക് നൽകാം. 40 വർഷങ്ങൾ തന്റെ മാധ്യമ ജീവിതം സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി മാറ്റിവെച്ച ഒരു മഹത് വ്യക്തിത്വം. സാറിനെ ആദരിക്കുന്നത് അമൽ ജ്യോതിയുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമായി നമ്മൾ കരുതുകയാണ്. ഏറെ സന്തോഷത്തോടെ ഞങ്ങൾ ഇനി അടുത്തതായിട്ട് സാറിന് മൈക്ക് കൈമാറുകയാണ്. ഹലോ അമൽ ജ്യോതി, നിങ്ങൾക്കറിയുന്ന പോലെ ഞാനും എൻ്റെ സംഘവും ഒരു യാത്രയിലാണ്. തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച് കാസർഗോഡ് അവസാനിക്കുന്ന 30 ദിവസങ്ങൾ നീളുന്ന 14 ജില്ലകളിലൂടെയുള്ള ഒരു യാത്ര. നമ്മളെപ്പോലെ AC റൂമിലിരുന്ന് വാർത്ത വായിക്കുന്നവർക്ക് പറ്റിയ പരിപാടിയല്ല ഈ കേരള പര്യടനം. നിങ്ങൾക്കറിയാം, 37 മുതൽ 39 ഡിഗ്രി വരെ ചൂട് കത്തിക്കാളുന്ന ഈ വേളയിൽ മുഴുവൻ സമയവും ഇങ്ങനെ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുന്നത് പൊതുവെ പൊതുപ്രവർത്തകർക്ക് മാത്രമേ പറ്റൂന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ പരീക്ഷ നോക്കുന്ന ഒരു കേരള യാത്രയാണിത്. മിക്കവാറും ഇതിന് ഞാൻ പരീക്ഷ നോക്കാനും സാധ്യതയില്ല. കാരണം നിങ്ങൾക്കറിയുന്ന പോലെ പല മാധ്യമങ്ങളിലായി 10-40 കൊല്ലങ്ങൾ കടന്നുപോയി. 40 കൊല്ലം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ, ഒരു പ്രൊഫഷണൽ കരിയറിൽ അത്ര ചെറിയ കാലമല്ല. അതേസമയം അതിൽ ആഘോഷിക്കാനായിട്ട് എന്തെങ്കിലും സാധനമുണ്ട് എന്നും ഞാൻ കരുതുന്നില്ല. അപ്പോൾ ഈ 40 വർഷം കഴിഞ്ഞു, 65 വയസ്സും കടന്നു എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് വാർത്താമുറികളിൽ നിൽക്കുമ്പോൾ വല്ലാത്തൊരു അസ്വാസ്ഥ്യം എന്നെപ്പോലെയുള്ള വാർത്താ അവതാരകരെ കഴിഞ്ഞ 2-3 മാസമായി പിടികൂടാൻ തുടങ്ങിയത്. നിങ്ങൾക്കറിയുന്ന പോലെ രാവിലെ 7 മണിക്കൊരു മുണ്ടുമൊക്കെ കൊടുത്ത് ഞാൻ സന്തോഷമായിട്ട് ഫ്ലോറിലേക്ക് വന്ന് കയറുമ്പോൾ ആദ്യം തന്നെ വായിക്കേണ്ടി വരുന്നത് അമ്മയുടെ നെഞ്ചിലേക്ക് ഒരു മകൻ കടാര കുത്തി ഇറക്കി എന്നുള്ള വാർത്തയായിരിക്കും. നിങ്ങൾ പണ്ടത്തെ ഒരു സിനിമാ പാട്ട് കേട്ടുണ്ടാകും, ആദിയിൽ മാനവും ഭൂമിയും തീർത്തത് ദൈവമായിരിക്കാം, പക്ഷേ ആ ദൈവത്തിനെ തീർത്തത് ഒരമ്മയാണല്ലോ. അപ്പോൾ
ഈ അമ്മ എന്ന് പറയുന്ന രണ്ടക്ഷരം മലയാളി ജനസമൂഹത്തിൽ ഏറ്റവും വിലപ്പെട്ടതും കാതലായ ഒരു വസ്തുവാണ്. അമ്മയുടെ നേരെ പോറും എന്തുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാർ കടാരിയെടുക്കുന്നു എന്നുള്ളത് ഞങ്ങളെപ്പോലെയുള്ളവരെ അസ്വസ്ഥപ്പെടുത്തുന്നു. എല്ലാ ദിവസവും രാവിലെ ഞാൻ 14 കൊലപാതകങ്ങൾ വരെ 3 മണിക്കൂറിനിടയിൽ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ റെക്കോർഡുകൾ ഇടുമ്പോൾ നമുക്ക് നെഞ്ചിടിപ്പ് കൂടുകയാണ്. അമ്മമാർക്ക് നെഞ്ചിലൊരാളലാണ്. കുട്ടികൾ നേരെ മുന്നിൽ നിൽക്കുന്ന പിതാവിനെയും മകനെയും തിരിച്ചറിയാതെ പോകുന്ന ഒരവസ്ഥ എന്തുകൊണ്ടത് ഉണ്ടാകുന്നു എന്നുള്ളത് ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാർ ആലോചിക്കാൻ തുടങ്ങി. നമ്മുടെ സ്റ്റുഡിയോയ്ക്കുള്ളിലെ AC മുറികളിൽ നിന്ന് പുറത്തേക്കിറങ്ങി ജനങ്ങളെ നേരിട്ട് കണ്ട് എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നതെന്നറിയാൻ ഉണ്ടായൊരു ത്വരയാണ് ഈ യാത്രയ്ക്ക് അടിസ്ഥാനം എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അതേസമയം ഈ യാത്ര തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി തത്സമയം സംപ്രേഷണം ചെയ്ത ഒരു അഭിമുഖം ഞങ്ങൾ നടത്തിയിരുന്നു. ഈ ഫ്ലാഗ് ഓഫ് ചെയ്ത ഞായറാഴ്ച ദിവസം അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, കേരളത്തിൽ ഇപ്പോഴൊരു അസാധാരണ സാഹചര്യമുണ്ട്. ഭീതിയോടെയാണ് അപ്പുറത്തെ മുറിയിൽ കിടക്കുന്ന മകനെ ഓർത്ത് ഇപ്പുറത്തെ മുറിയിൽ അമ്മ കിടന്നുറങ്ങുന്നത്. പുറത്തുപോയ മകൻ പാതിരാ കഴിഞ്ഞ് തിരിച്ചു കയറുമ്പോൾ അവൻ്റെ കയ്യിൽ കൊലക്കത്തി ഉണ്ടാകുമെന്ന ഭീതിയോടെ തിരിച്ചറിയുന്ന പിതാവ് വീട്ടിലുണ്ട്. അമ്മയുടെയും മകൻ്റെയും നെഞ്ചിടിപ്പ് കൂട്ടുന്ന ഒരു കാലത്തിലൂടെ നാം കടന്നു പോകുന്നു. ഇതൊരു ആസുര കാലമാണ്. അപ്പം മുഖ്യമന്ത്രി പറഞ്ഞു, നമ്മളൊരു നിശ്ചിതമായ നിലപാടെടുത്തിട്ടുണ്ട്. ഇത്തരം ലഹരിയുടെ പിൻബലത്തിൽ അക്രമം പെരുകാൻ നമ്മൾ അനുവദിക്കില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ വിശ്വസിക്കുന്നു. അതേസമയം നഗ്നമായൊരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. കഴിഞ്ഞ കുറച്ചധികം കാലമായി നമ്മൾ നാട്ടിൽ ഈ കഥകൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ചധികം താമസിച്ചുപോയി എന്നുള്ളതാണ് നേര്. പക്ഷെ അതേസമയം കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിഗണനയുടെ പേരിലോ നമുക്ക് ആഭ്യന്തര വകുപ്പുമായിട്ടൊരു വാക്കുതർക്കത്തിൽ ഏർപ്പെടാൻ പറ്റിയ സമയമല്ലിത്. നമുക്കറിയാം, ചരിത്രം രണ്ടായി വെട്ടിപ്പിളർന്നത് കോവിഡ് എന്ന് പറയുന്ന സാഹചര്യമാണ്. കോവിഡ് കാലത്ത് അസാധാരണമായ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ വന്നു. ആളുകളെല്ലാം ഒരു ദീപസമൂഹം എന്നതെല്ലാം മാറി ഒരു ഐക്യബോധം വളർത്തുകയും ഓരോ മുറിക്കുള്ളിൽ നമ്മൾ വാതിലുകളും ജനാലകളും കൊട്ടിയടച്ചിരിക്കുകയും ചെയ്തു 20 മാസക്കാലം. നമുക്കൊരുപാട് പാഠങ്ങൾ നമ്മളെ പഠിപ്പിച്ച ഒരു മഹാവ്യാധിയായിരുന്നു കോവിഡ്. അതേപോലെ 2018 വന്ന പ്രളയം, അതും നമ്മളെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു. നമ്മൾ പഠിച്ച പാഠം എന്തായിരുന്നു? എത്ര വലിയ മഹാമാരി നമുക്ക് മേൽ ചൂഴ്ന്നു നിന്നാലും മലയാളിയുടെ അസാധാരണമായ ഐക്യബോധം കൊണ്ട് ഈ പ്രതിസന്ധികളെ നമ്മൾ കടന്നു പോകും എന്ന ഏറ്റവും വലിയ ചരിത്ര പാഠമാണ് നമ്മളന്ന് പഠിച്ചത്. എന്നാൽ കോവിഡിന് ശേഷം നമ്മുടെ കുട്ടികൾക്ക് സ്മാർട്ട് ഫോൺ കിട്ടി. മുറിക്കുള്ളിൽ കഥകടച്ചിരുന്ന എത്രയോ മണിക്കൂറുകൾ വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ചുറ്റി നടക്കാനുള്ള അവസരം കിട്ടി. വിദേശ നാടുകളിലൊക്കെ പല സൈബർ ഇടങ്ങളിലും പോകാൻ അവർ അനുവദിക്കില്ല, ബ്ലോക്ക് ചെയ്തേക്കും. അതുപോലെ പല വെബ്സൈറ്റുകളും നമുക്ക് സന്ദർശിക്കാൻ കഴിയില്ല. അശ്ലീലം നിറഞ്ഞ ഏരിയകളിലൊന്നും കുട്ടികൾ കടന്നു പോകാതിരിക്കാൻ എല്ലാം ബ്ലോക്ക് ചെയ്തിട്ട് മിനിമം സൗകര്യങ്ങൾ വെച്ച് അവർ മൊബൈൽ ഫോൺ കുട്ടികൾക്ക് കൊടുത്തപ്പോൾ എല്ലാം തുറന്നു വെച്ച് ആകാശം വഴിയും മറ്റുള്ള ഫൈബർ വഴിയുമൊക്കെ തന്നെ മുഴുവൻ മാലിന്യങ്ങളും ഒരു വ്യക്തിയുടെ, ഒരു ചെറുപ്പക്കാരൻ്റെ മനസ്സിലേക്ക് തൂക്കിയിടത്തക്ക രീതിയിൽ എല്ലാം നമ്മൾ തുറന്നു കൊടുത്തു. കുട്ടി വാതിലടച്ച് മുറിക്കുള്ളിൽ മണിക്കൂറുകളോളം 14 മണിക്കൂറൊക്കെ ഇരിക്കുമ്പോൾ മുറിക്ക് പുറത്തു നിന്ന് മാതാക്കൾ പറഞ്ഞു, അവൻ കോവിഡിന് ശേഷം നന്നായി പഠിക്കുകയാണ്. അവൻ പഠിക്കുകയായിരുന്നില്ല എന്ന യാഥാർത്ഥ്യം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തുടങ്ങുമ്പോൾ ഞാൻ ഒരു 3% ആളുകളെ മാത്രം ബാധിക്കുന്നതാണ് കേരളത്തിൽ ഈ MDMA എന്ന് ഞാൻ കരുതി. എന്നാൽ 4-5 ജില്ലകൾ പിന്നിട്ട് 10ാം ദിവസത്തിലേക്ക് യാത്ര ഈ അമൽ ജ്യോതിയിൽ വന്ന് നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളോടൊരു സ്വകാര്യം പറയാം. 300% കടന്നിരിക്കുന്നു നമ്മുടെ കുട്ടികളുടെ വാസനകൾ ഈ MDMA. നിങ്ങളെല്ലാം അത്യാവശ്യത്തിൽ കൂടുതൽ വിദ്യാഭ്യാസം കിട്ടിയ ആളുകളാണ്. അധ്യാപകർക്ക് അതിലും വിദ്യാഭ്യാസമുണ്ട്. അതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് വളരെ വേഗത്തിൽ പറയാൻ കഴിയും. ആരാണ് ഒരു MDMA-കാരൻ? നമ്മൾ അറിയേണ്ട ഒരു കാര്യം, മനസ്സിൽ ഭ്രാന്തമായ ചിന്തകൾ വന്ന് തലച്ചോർ തല്ലിപ്പൊളിഞ്ഞ് ഒരാളിൻ്റെ മനോനില തെറ്റി കഴിയുമ്പോൾ ഒരാൾ എങ്ങനെ മനോരോഗത്തിലേക്ക് മൂക്കുകുത്തി വീഴുന്നു, അത്തരം ഒരു മനോരോഗിയെക്കാളും
ഇരട്ടി ആക്രമണ ഉത്സുകതയുള്ള ഒരാളിനെയാണ് നമ്മൾ MDMA അഡിക്റ്റ് എന്ന് വിളിക്കുന്നത്. കൺമുന്നിൽ കാണുന്നവർ മുഴുവൻ അയാൾക്ക് ശത്രുവാണ്. ആരെയോ എന്നോ കരുതി അയാളോട് പ്രതികാരം ചെയ്യാൻ കാത്തിരിക്കുന്ന ഒരു ഹാലൂസിനേഷൻ്റെ ഉടമയാണ് ഈ MDMA-കാരൻ. വീട്ടിലൊരു MDMA-കാരൻ താമസമുണ്ടെങ്കിൽ ആ വീട്ടിലുള്ള മുഴുവൻ ആളുകളുടെയും സ്വാസ്ഥ്യം കെട്ടുപോകും. ഏത് സമയവും ആക്രമിക്കാനുള്ള കത്തിയും എടുത്തവൻ കൺമുന്നിൽ വന്നു എന്ന് വരും. നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ പോയി MDMA ലഹരിക്ക് അടിമയായി പോയ ഏതെങ്കിലും രോഗിയെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, കോച്ചി വലിച്ച് ആകൃതിയും പ്രകൃതിയും തെറ്റിയ കൈകാലുകളും പുറത്തേക്ക് തള്ളി വരുന്ന കണ്ണുകളും തീപാറുന്ന മുഖവും ദൈന്യതയുടെ കരിവാളിപ്പും എല്ലാം ചേർന്ന് ഒരു മനുഷ്യ കൂടായി മാറും ഒരു MDMA-കാരൻ. പുറത്തേക്ക് തള്ളി വരുന്ന കണ്ണുകളിൽ നിങ്ങൾക്ക് ഒരു നിരാലംബത കാണാം, എന്തോ ഒരു ആശ്രയമില്ലായ്മ, ഒരശരണൻ്റെ മനോഭാവം. ഇത്തരമൊരു മാനസിക നില നമുക്ക് ആരെ കാണാൻ കഴിയും? സ്വന്തം ബോധത്തിൽ നിന്നല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു മനോരോഗിയിൽ മാത്രമേ നമുക്കത് കാണാൻ കഴിയൂ. ഈ അടുത്ത കാലത്താണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് മദ്യഷാപ്പുകളും ബാറുകളും പ്രവർത്തിക്കുന്ന ഒരു കാലമാണ്. അതൊന്നും അപകടമല്ലെന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ഒരുപാട് പ്രതീക്ഷകളോടെ നമ്മുടെ ക്യാമ്പസുകളിലേക്കും പള്ളിക്കൂടങ്ങളിലേക്കും ഒക്കെ പോകുന്ന കുട്ടികളാണ് ഇതിനിരയാകുന്നത്. ഇതാരാണ് നമ്മുടെ നാട്ടിലേക്ക് ഇത്രയും MDMA ഒഴുക്കി വിടുന്നത്? കൂടുതലും മലയാളികളാണ്. എങ്ങനെയും പണമുണ്ടാക്കണമെന്നുള്ള ഒറ്റ ധാരണ കൊണ്ട് കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളിൽ പോയി പതുങ്ങിയിരുന്ന് ഇതിൻ്റെ ഏമാന്മാരെയൊക്കെ കണ്ട് അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങി ബസ്സിലും ട്രെയിനിലും കയറി വന്ന് സ്കൂൾ വരാന്തകളിലും കോളേജുകളുടെ വരാന്തകളിലും ഒക്കെ കാത്തുനിന്ന് കുട്ടികൾക്ക് മിഠായി വഴി ആദ്യം ചെറിയ ചെറിയ ലഹരികൾ ഡോസ് കുറച്ച് കൊടുത്ത് അവസാനം അത് വലിയ ഡോസിലേക്ക് മാറ്റി അവസാനം MDMA പഠിപ്പിച്ച് MDMA-യുടെ കാരിയറാക്കി ഇവരെ മാറ്റുന്ന ഏറ്റവും അതിഭീകരമായ കാഴ്ചയാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിചാരിച്ചു ഏതെങ്കിലും കുറേ സ്ഥലങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു മദ്യപ്രശ്നമോ ലഹരി പ്രശ്നമോ മാത്രമാണിത്. എന്നാൽ ഇതല്ല. ഇതിൽ എൻ്റെ കുട്ടിയോ നിൻ്റെ കുട്ടിയോ ഒന്നില്ല, എൻ്റെ വീടോ നിൻ്റെ വീടോ ഒന്നില്ല, റെപ്യൂട്ടേഷനുള്ള കോളേജെന്നോ റെപ്യൂട്ടേഷൻ ഇല്ലാത്ത കോളേജെന്നോ ഇല്ല. ഇവിടെയും കടന്നു വരാം. ചെറിയ 7ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്ക് പോലും കൂളെന്ന് പറയുന്ന മിഠായി, ചോക്ലേറ്റ് എന്ന് പറയുന്ന മിഠായി, അതിൽ ലഹരി കലർത്തി കൊടുക്കുന്ന ദൈന്യത. പാറശാലയ്ക്കടുത്ത് ഞങ്ങളൊരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു, ഇവിടെ കൂളെന്ന് പറയുന്ന മിഠായി ഉണ്ട് എന്ന് പറഞ്ഞു. പത്തനംതിട്ടയിൽ ചെല്ലുമ്പോഴും നമ്മൾ അറിയുന്നു അവിടെയും ഉണ്ട് കൂൾ മിഠായി. കോട്ടയം ജില്ലയിൽ ചെന്നപ്പോൾ അവിടെയും പറയുന്നു ഇന്ന് രാവിലെ കൂൾ മിഠായി ഇവിടെ ഉണ്ടെന്ന്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, സംസ്ഥാന വ്യാപകമായി ലഹരി പടർത്തുന്ന രീതികൾക്ക് ഒരേ സ്വഭാവമാണ്, ഒരേ രീതിയാണ്. ഇത് നമ്മളൊക്കെ പറയും നമ്മുടെ ഇവിടെ ഇരിക്കുന്ന DYSPക്കൊക്കെ എന്നെക്കാളും ഇതിനെക്കുറിച്ച് അറിയാം. അവർക്കൊക്കെ കിട്ടുന്ന റിപ്പോർട്ടുകൾ ആ രീതിയിലാണ്. അന്തർദേശീയ തലത്തിൽ പടരുന്ന വലിയൊരു മാഫിയ ശൃംഖല ഇതിൻ്റെ പിന്നിലുണ്ട്. എവിടെയോ ഇരുന്ന് അവൻ ഈ അച്ചുതണ്ട് നിയന്ത്രിക്കുകയാണ്. അവൻ്റെ അച്ചുതണ്ടിൻ്റെ ഇങ്ങേ തലയ്ക്കൽ മലയാളികളുടെ കരസ്പർശമുണ്ടെന്ന് അറിയുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ വേദന. ഒരുപക്ഷെ ജീവിതത്തിൻ്റെ വൈഭാഗ സൗന്ദര്യവും ജീവിതത്തിൻ്റെ ലാവണ്യവും അനുഭവിക്കാൻ ഭാഗ്യം കിട്ടാതെ പോകുന്ന ഒരു തലമുറയായി ഈ MDMA കഴിക്കുന്ന കുട്ടികൾ മാറിപ്പോകും. ഒരു വിദഗ്ധൻ എന്നോട് പറഞ്ഞത് MDMAക്ക് അഡിക്റ്റായ ഒരുവന് 7 കൊല്ലമാണ് ആയുസ്, ഏറിയാൽ 12 കൊല്ലം. നിങ്ങളെന്നാൽ ആലോചിച്ച് നോക്ക്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കണക്കനുസരിച്ച് 90ഉം 95ഉം വയസ്സ് വരെ ആളുകൾ ജീവിക്കുന്ന കാലത്താണ് 7ഉം 12ഉം കൊല്ലം കൊണ്ട് ജീവിതം അവസാനിപ്പിച്ച് കാലയവനികയ്ക്കുള്ളിലേക്ക് മടങ്ങാൻ ഒരുത്തിന് ദുർവിധി ഉണ്ടാകുന്നത്. ഈ ദുർവിധി ആരാണ് ഇവൻ്റെ തലയ്ക്ക് മുകളിൽ കൊണ്ടിട്ടത്? അവൻ തന്നെ തിരഞ്ഞെടുക്കുന്ന വഴികൾ. ജീവിതത്തിൽ എങ്ങനെയെങ്കിലും നമ്മൾ രക്ഷപ്പെട്ടു പോകുമ്പോൾ ഒരു നാഷണൽ ഹൈവേ പോലെ നീണ്ടു നിവർന്ന് കിടക്കുന്ന പാതയെ അവഗണിച്ച് പാരലായി വളരുന്നൊരു ചളിക്കുണ്ടിലേക്ക് വീഴ്ത്തിയത് ആര്? അവൻ തന്നെ വീഴ്ത്തുന്നു. നമുക്കറിയാം, വീട്ടിൽ സ്നേഹം കുറഞ്ഞപ്പോൾ ലാളിക്കാൻ വാട്സപ്പിൽ ആളുകൾ വന്നാൽ നമ്മൾ അങ്ങോട്ട് ചായും. വാട്സപ്പിൽ കള്ളനാണയങ്ങളുണ്ട്, നിങ്ങൾക്കറിയാം. നമ്മളെപ്പോലെ തട്ടിപ്പിന് വിധേയമാകുന്ന ഒരു ജനസമൂഹം ഇന്ത്യയിൽ തന്നെ ഏതെങ്കിലും സംസ്ഥാനത്തുണ്ടോ എന്നെനിക്ക് സംശയമാണ്. എന്നെ എങ്ങനെയെങ്കിലും നിങ്ങൾ മനസ്സറിഞ്ഞൊന്ന് തട്ടിച്ചു തരണമെന്ന് പറഞ്ഞ് റോഡിലിറങ്ങി നിൽക്കുന്നവനാണ് മലയാളി. ബാങ്ക് മാനേജരെ പോലും സൈബർ ഇടങ്ങളിൽ തട്ടിക്കുന്നതിൻ്റെ കഥകൾ നിങ്ങൾ വാർത്താ മാധ്യമങ്ങളിൽ കാണുന്നില്ലേ? അതാണ് അതിൻ്റെ സത്യം. ഞാൻ പറയുന്നത്, നമ്മൾ വീട്ടിൽ നിന്ന് തുടങ്ങണം. നമുക്കൊരു കേരളീയതയുണ്ടായിരുന്നു, എന്തിലും നമുക്കൊരു മലയാളിത്തം ഉണ്ടായിരുന്നു. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആ മലയാളത്തിൻ്റെ കുപ്പായം ഊരി വെച്ചു. കോവിഡ് കാലം കുറേ അധികം കാലം നമ്മൾ വീടൊക്കെ കുട്ടി അടച്ച് ഒരു 20 മാസക്കാലം വീട്ടിനുള്ളിൽ ഇരുന്നപ്പോൾ
നമുക്ക് വല്ലാത്ത ഒരു അവനിവനിസം വളർന്നു. എല്ലാം എൻ്റെ കാര്യം മാത്രം, എല്ലാം എൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാം പ്രോപ്പറാണെങ്കിൽ പിന്നെ ബാക്കി നാട്ടിൽ എന്ത് നടന്നാലും കുഴപ്പമില്ല. നിങ്ങൾക്കറിയുന്നത് പോലെ അന്ന് കൊട്ടിയടച്ച വാതായനം, അന്ന് കൊട്ടിയടച്ച ജനാലകൾ നമ്മൾ തുറന്നിടാൻ സമയമായി. ഒറ്റയ്ക്ക് നമുക്ക് ഈ മാഫിയ ശൃംഖലകളെ നേരിടാൻ കഴിയില്ല. വലിയൊരു ശൃംഖലയാണ്. എന്നോട് പോലും എത്രയോ ആളുകൾ പറയുന്നു, സൂക്ഷിക്കണം, ചിലപ്പം അങ്ങയുടെ കഴുത്തെ തല കാണത്തില്ല എന്നൊക്കെ പറയുന്നു. ഞാൻ രാവിലെ എന്നും എഴുന്നേറ്റ് ആദ്യം കഴുത്തേലൊന്ന് തപ്പി നോക്കും, തല അവിടെ തന്നെ ഉണ്ടോ എന്ന്. നമുക്കറിയേണ്ട ഒരു കാര്യം, ചെറുപ്പക്കാരായ നിങ്ങളിലാണ് എൻ്റെ പ്രതീക്ഷ. നിങ്ങളൊരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി, ഒരു ധൈര്യശാലി അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലേ മരിക്കൂ. എന്നാൽ ഒരു ഭീരു ഓരോ നിമിഷവും മരിച്ചുകൊണ്ടേയിരിക്കും, ഒരുപാട് സമയം മരിക്കും. ഏതെങ്കിലും ഒരു ഇൻഫർമേഷൻ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന DYSPക്ക് കൈമാറിയത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാനത് പ്രിഫർ ചെയ്യും എന്ന് നിങ്ങൾ വിളിച്ചു പറയണം. അതിനുള്ള കരുത്ത് നമുക്ക് വേണം. കാരണം അത്രയും വലിയൊരു അപകടത്തിലേക്ക് കേരളം ചെന്നുപെട്ടിരിക്കുകയാണ്. എനിക്ക് തന്നെ ഇപ്പോൾ തോന്നുന്നത്, ഒരു വാർത്താവതാരകൻ എന്നതിനപ്പുറം ഒരു അവതാര ലക്ഷ്യമായിട്ട് ഇതെൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ചേക്കേറുകയാണ്. എൻ്റെ തലച്ചോറിലുള്ള മിന്നൽ പിടർപ്പായുന്നുണ്ട്. ഇപ്പോൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും, ഓരോ കോളേജിൽ ചെല്ലുമ്പോഴും പ്രിൻസിപ്പലൊക്കെ രഹസ്യമായി പറയുന്ന കാര്യം, കേരളത്തിലെ പ്രശസ്തമായൊരു കോളേജിൽ 17 കുട്ടികളിലധികം MDMA ഉപയോഗിക്കുന്നു എന്ന് പ്രിൻസിപ്പൽ എന്നോട് രഹസ്യമായി പറഞ്ഞു. അതിൽ 7 പെൺകുട്ടികളാണ്. നമ്മളെ അമ്പരപ്പിക്കുന്ന കാര്യമാണത്. നമ്മുടെ പെൺകുട്ടികൾക്കൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ആകാനാകുക? കൊച്ചി നഗരത്തിലൂടെ പാതിരാ നേരം നിങ്ങൾ സഞ്ചരിച്ചു നോക്കുക. റോഡിൽ നിന്ന് സിഗരറ്റ് വലിക്കുന്ന കുട്ടികൾ. നമ്മുടെ പുകവലി പബ്ലിക്കായി നിരോധിച്ചൊരു സംസ്ഥാനമാണിതെന്ന് മനസ്സിലാക്കണം. അവിടെ നിന്ന് അവർ പെൺകുട്ടികൾ പുകവലിക്കുന്നത് സ്വാതന്ത്ര്യ പ്രഖ്യാപനമായി അവർ കാണുന്നു. അതിൽ നമ്മൾ അമർഷം കൊള്ളുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ കഞ്ചാവിൻ്റെ പുകച്ചുരുളുകളിലേക്ക് അവർ മാറുന്നു. കുറച്ച് കഴിയുമ്പോൾ MDMA എന്ന രാസലഹരി അവരുടെ ശരീരത്തിലേക്ക് കടത്തിവിടുന്നു. സിറിഞ്ച് കൊണ്ട് വൃത്തികെട്ട ലഹരി പദാർത്ഥങ്ങൾ ശരീരത്തേക്ക് അയക്കുന്നു. ഇതിനിടയിൽ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രചാരണം കേരളത്തിൽ ഈ മാഫിയ സംഘങ്ങൾ നടത്തുന്നുണ്ട്. പ്രചാരണ വേലയാണ്, ഒരു പ്രചാരവേല, ഒരു കള്ളപ്രചാരവേല. ആ പ്രചാരവേല എന്താണെന്ന് ചോദിച്ചാൽ, കഞ്ചാവ് നന്നായിട്ട് അടിച്ചാൽ, അല്ല രാവിലെ വൈകിട്ടും കഞ്ചാവ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ തലച്ചോറിന് വളർച്ച വരും. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് സിവിൽ എഞ്ചിനീയറിംഗ് കൂടെ പെട്ടെന്ന് മനസ്സിലാകും. ആ രീതിയിൽ ബുദ്ധി വളരും എന്നാണ് ഈ ആൾക്കാർ പറയുന്നത്. ലോകത്തെ ഒരു ശാസ്ത്രത്തിനും ഇത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ശാസ്ത്രീയ അടിത്തറയും ഇല്ലാത്ത കള്ളപ്രചാരണമാണത്. പിന്നെ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ, നിരന്തരമായി കഞ്ചാവ് കുടിയന്മാരായി മാറിയാൽ, ഏതെങ്കിലും ഒരു മാറാരോഗം, ഒരു മഹാരോഗം നിങ്ങളുടെ ശരീരത്തെ ഗ്രസിച്ചാൽ ഒരു മരുന്നും നിങ്ങളുടെ ശരീരത്തേക്കാതെ വരും. കഞ്ചാവിനതിനെ കടന്നു പോകാൻ പറ്റും. ഒരു മരുന്ന് മേക്കില്ലെന്ന് മാത്രമല്ല, അകാല മരണം സമ്മാനിച്ച് ആ ജീവിതം അവിടെ എരിഞ്ഞടങ്ങുമെന്ന് മാത്രമേ ഉള്ളൂ. ചില ആളുകളൊക്കെ, നിങ്ങൾക്കറിയുമെന്നറിയില്ല, മെഡിക്കൽ കോളേജുകളിലൊക്കെ പഠിക്കുന്ന പല കുട്ടികളും ഇന്ന് കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരു സാധാരണ കാഴ്ചയാണ്. സർജറി ചെയ്യുന്ന ഡോക്ടേഴ്സിൽ ചില ആളുകൾ ഈ കഞ്ചാവ് കഴിക്കുന്നുണ്ട്. അവരോട് ചോദിച്ചാൽ ഈ സർജറിക്ക് ഒരു പ്രിസിഷൻ കിട്ടണമെങ്കിൽ ഇത് വേണമെന്ന് പറയും. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന നിങ്ങളറിയപ്പെട്ട പല നടന്മാരും കഞ്ചാവിന് അഡിക്റ്റാണ്. അവരോട് ചോദിച്ചാൽ അവർ പറയുന്നത്, എൻ്റെ അഭിനയത്തിൻ്റെ മുഴുവൻ വൈഭവവും പുറത്തിറക്കണമെങ്കിൽ കഞ്ചാവ് വലിക്കണമെന്ന് പറയും. നിങ്ങൾ ധരിച്ചോളൂ, ഒരഭിനയശേഷിയും കഞ്ചാവ് കഴിച്ചത് കൊണ്ട് പുറത്തു വരില്ല. ഒരു പ്രിസിഷനും കഞ്ചാവിന് ഉണ്ടാക്കാൻ കഴിയില്ല. ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് കണ്ണിനാണെങ്കിൽ ചില കിഡ്നിക്ക് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റം ഉണ്ടാക്കാൻ മാത്രം ചിലപ്പോൾ കഴിയും. അവയവം മാറി ശസ്ത്രക്രിയ ചെയ്തു എന്നൊക്കെ പരാതി വരില്ലേ നമ്മുടെ നാട്ടിൽ? ചിലപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നതായിരിക്കും. ചില പാട്ടുകാർ, കേരളം അറിയുന്ന ചില പാട്ടുകാരൊക്കെ ഇതിൻ്റെ വഴിയാണെന്ന് പറയുന്നു. ഈ കഞ്ചാവിൽ നിന്നും കിട്ടിയ, അടുത്ത കാലം കിട്ടിയ പ്രൊമോഷനാണ് ശരിക്കും ഈ MDMA എന്ന് പറയുന്നത്. ഒരു ഏതെങ്കിലും ഡി അഡിക്ഷൻ സെൻ്ററിൽ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ MDMAക്ക് വിധേയമായി പോയ കുട്ടികളുടെ അവസ്ഥ കാണണം. അതേസമയം ഈ കുട്ടികളോട് ഒരിക്കലും നിങ്ങൾ പകപോക്കരുത്. അനുതാപമേ പാടുള്ളൂ, പ്രതികാരം പാടില്ല. കാരണം അവരുടെ തീരുമാനമല്ല കേരളത്തിലേക്ക് MDMA വന്നത്. കുട്ടികളെ പ്രേരിപ്പിച്ച MDMAക്ക് വിധേയമാക്കുകയായിരുന്നു. അപ്പോൾ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്കിനി ഒരുപാട് കാലമില്ല. ഓരോ മണിക്കൂറിലും 12-14 പുതിയ MDMA രോഗികൾ വരികയാണ്. ഒരു ദിവസം 270-280 പുതിയ MDMAക്ക് അഡിക്റ്റ് ആകുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടാകുന്നു. അതുകൊണ്ട് നമുക്ക് താമസിക്കാൻ പറ്റില്ല. ഒരു മണിക്കൂറിനുള്ളിൽ ഇത് കഴിയുമെങ്കിൽ അടുത്ത ഒരു മണിക്കൂറിൽ കഴിയും. ഞങ്ങൾ കേരളത്തിലൂടെ നടത്തുന്ന ഈ യാത്രയ്ക്ക് വല്ലാത്ത പ്രതികരണമാണ് ലഭിച്ചിരിക്കുന്നത്. ഞാൻ വിചാരിച്ചു ടെലിവിഷനിലൂടെ ഈ കാഴ്ചകൾ ലോകം കാണുന്നത് കൊണ്ടായിരിക്കാം ഈ പ്രതികരണങ്ങൾ. കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് നമ്മൾ നിരീക്ഷിച്ചപ്പോൾ മനസ്സിലായത്,
ആളെന്ന നെഞ്ചുമായി താമസിക്കുന്ന അമ്മമാരാണ് ഇത് പ്രചരിപ്പിക്കുന്നത്. അവർക്ക് സ്വാസ്ഥ്യം കെടുത്തുന്ന വാർത്തകൾ മാത്രമേ പറയാനുള്ളൂ. അവരുടെ ചിന്തകളിൽ കൂടുപൊട്ടി വരുന്നത് കേരളത്തിൻ്റെ ആത്മാവിൽ പുകയുന്ന MDMAയുടെ ധീര കഥകളാണ്. സ്വന്തം മകൻ, സ്വന്തം മകൾ, ഇവരൊക്കെ തന്നെ കയ്യകലത്തായി പോയി എന്ന് വിലപിക്കുന്ന അമ്മമാരുടെ സ്വരം കേരളത്തിൽ അമർന്നു കേൾക്കാൻ തുടങ്ങി. ഇന്നല്ലെങ്കിൽ നാളെ ആമാശയത്തിനുള്ളിൽ കിടക്കുന്ന MDയുടെ കവർ പൊട്ടി ഒരാൾ മരിച്ചതുപോലെ ഈ അമ്മമാരുടെ കണ്ണുനീരിൽ കേരളം വെന്തുരുകി പോകും. അതിന് നമ്മൾ അവസരം കൊടുക്കാൻ പാടില്ല. ഈ അമ്മമാരുടെ കണ്ണുനീർ വീഴുന്ന ആ ചുട്ടുപൊള്ളുന്ന കണ്ണീരിന് മുന്നിൽ ഒരു സർക്കാരിനും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം പേറ്റുന്നോ പറയുന്നൊരു അമ്മയ്ക്ക് മാത്രമേ പെറ്റ കുഞ്ഞിൻ്റെ ശവമെടുത്ത് മടിയിൽ വെച്ചാൽ എന്താണ് അതുണ്ടാക്കുന്ന മാനസിക ഭാവമെന്ന് മനസ്സിലാകൂ എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്കറിയാം, കേരളം ഒരുപാട് വളർന്ന നാടാണ്. ഒരുപാട് വികസനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. ലോകത്തിൻ്റെ മിക്ക നഗരങ്ങളിലേക്കും വലിയ സൗധങ്ങൾ കെട്ടിപ്പൊക്കിയതൊക്കെ നമ്മുടെ സിവിൽ എഞ്ചിനീയേഴ്സാണ്. ISROയിലും നാസയിലും ഒക്കെ നമ്മുടെ മലയാളികളാണ് അത്ഭുതങ്ങൾ എഴുതുന്നത്. അതൊക്കെ സത്യമാണ്. പക്ഷേ ആ വളർച്ചയെ മുഴുവൻ തകിടം മറിക്കുന്ന രീതിയിലുള്ള ഒരു യാത്രയാണിപ്പോൾ നമ്മുടെ ഈ ജനസമൂഹം ചെയ്യുന്നത്. അനുവദിക്കരുത്, നിങ്ങൾ അനുവദിക്കരുത്. കാരണം ഇത് നമ്മുടെ മണ്ണാണ്. കേരളമെന്ന് കേട്ടാലോ തുടിക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന് പാടിയ ഒരു കവി നമുക്കുണ്ട്. കേരളം വളരുന്നു പശ്ചിമഘട്ടങ്ങളെ കയറിയും കടന്നും ചെന്ന് അന്യമാം രാജ്യങ്ങൾ എന്ന് പാടി പാലാ നാരായണൻ നായർ നമുക്കുണ്ട്. കേരളത്തിൻ്റെ ഖ്യാതി, കേരളത്തിൻ്റെ പ്രശസ്തി, അതിൻ്റെ നാരായ പേര് പിഴുതെടുക്കുന്നതാണ് ഇപ്പോഴത്തെ സംഭവം. കേരളം ഇന്ത്യയിലെ ഡ്രഗ് ക്യാപിറ്റലാണെന്ന് പത്രങ്ങൾ എഴുതുന്നു. ടൂറിസം കൊണ്ട് വികസിച്ചു പോയ ഒരു നാട് പിന്നാമ്പുറത്തേക്ക് യാത്ര നടത്താൻ ഇത് ഉപകരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമുക്ക് കാസർഗോഡ് ഈ യാത്ര അവസാനിക്കുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച് നേരിട്ട് നമ്മുടെ മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ സാന്നിധ്യത്തിൽ റിപ്പോർട്ട് നമ്മൾ കൊടുക്കും. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടുള്ള പ്രായോഗികമായ നഗ്ന യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുന്ന ഒരു റിപ്പോർട്ടായിരിക്കും നമ്മൾ കൊടുക്കുക. ആർക്കിഷ്ടപ്പെട്ടില്ലെങ്കിലും ആരുടെ നെഞ്ചത്ത് അത് ബോംബ് പൊട്ടിച്ചാലും നമ്മളത് കൊടുക്കും. കേരളത്തിൽ MDMA വിതരണം ചെയ്യുന്ന സ്ഥലങ്ങൾ, MDMAയെ സപ്പോർട്ട് ചെയ്യുന്ന പൊതു നേതാക്കന്മാർ, ഇങ്ങനെയുള്ള കോൺഫിഡൻഷ്യലായിട്ടുള്ള വിവരങ്ങളും ഒരു പത്രപ്രവർത്തകൻ്റെ ആകുലതയോടെ ഞങ്ങളിതിൽ രേഖപ്പെടുത്തും. കോൺഫിഡൻഷ്യലായ രേഖകൾ മുഖ്യമന്ത്രിക്ക് മാത്രം സമർപ്പിക്കും. മറ്റുള്ള വിവരങ്ങളെല്ലാം പൊതുജന സമക്ഷം പ്രസിദ്ധീകരിക്കും. ഞങ്ങളുടെ യാത്ര അവസാനിച്ച് 15 ദിവസങ്ങൾ കഴിയുമ്പോൾ അത് കേരളത്തിൽ സംഭവിക്കും. ഈ മുഴുവൻ അമ്മമാരും കണ്ണീരൊഴുക്കുന്ന പിതാക്കന്മാരും അധ്യാപകരും കുട്ടികളും ഒക്കെ തന്നെ നമ്മുടെ കൂടെ അണിചേരുന്നത് കൊണ്ടാണ് ഇത്രയധികം സ്വാധീനം വരുന്നത്. എനിക്ക് 1-2 റിക്വസ്റ്റ് കൂടിയുണ്ട്. വീട്ടിലിരിക്കുന്ന അമ്മമാർ കുട്ടികളുടെ ബാഗുകൾ പരിശോധിക്കണം. മനുഷ്യാവകാശം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പിന്തിരിയാൻ പാടില്ല. 4-5 മാസത്തേക്ക് നമുക്ക് അവകാശമില്ലെങ്കിലും സാരമില്ല. മരണമെന്ന് പറയുന്നൊരു യാഥാർത്ഥ്യം തൊട്ട് ആസന്നമായ അയലത്തുണ്ടെങ്കിൽ പിന്നെ മനുഷ്യാവകാശത്തെക്കുറിച്ച് പറഞ്ഞത് അർത്ഥശൂന്യമാണ്. സ്കൂളിലെത്തിയാൽ, കോളേജിലെത്തിയാൽ പിന്നെ അധ്യാപകരുടെ ഊഴമാണ്. 40-50 പേരുള്ള ഈ കോളേജിലെ ഓരോ ക്ലാസ് മുറിയിലും ഒരു 3 അംഗ സമിതി ഉണ്ടാക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് പ്രിൻസിപ്പലിനോട്. കാരണം ഒരു മോണിറ്റർ, ഒരു ക്ലാസ് ടീച്ചർ, അതേപോലെ പുറത്തുനിന്ന് PTA-യുടെ ഒരാൾ, ഈ 3 പേരെ 50 കുട്ടികളെയും എല്ലാ ദിവസവും നിരീക്ഷിക്കണം. ഒരു പെൺകുട്ടി ഏറ്റവും അടുത്തറിയുന്നത് അമ്മയാണ്. അത് കഴിഞ്ഞാൽ സ്കൂളിലെ അധ്യാപകരാണ്. ഞാനും ഒരു കോളേജിൽ കുറച്ചു കാലം പഠിപ്പിച്ചയാളാണ്. അധ്യാപകരെ പോലെ കുട്ടികളെ നിരീക്ഷിക്കാൻ കഴിയുന്ന വേറൊരു സമൂഹം നമ്മുടെ നാട്ടിലില്ല. അധ്യാപനം ഒരു ജോലി കിട്ടാൻ വേണ്ടിയുള്ള പണിയല്ല, അതൊരു ഒരു സേവനമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഇന്നു മുതൽ നിങ്ങളുടെ കോളേജിലേക്കും ഇത് കടന്നു കയറില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഏതെങ്കിലും MDMA കഴിക്കാൻ താല്പര്യമുള്ള ഒരു വിദ്യാർത്ഥി ഒരു കാരിയറായി ഈ കോളേജിൽ മാറിയാൽ, അങ്ങനെ മാറരുതേ എന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ മാറിയാൽ കേരളത്തിലെ എക്സൈസ് സംവിധാനവും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഈ കോളേജിലേക്കും റെയ്ഡുമായി വരും. അന്ന് നിങ്ങൾ നിങ്ങളുടെ കോളേജിൻ്റെ റെപ്യൂട്ടേഷൻ പറഞ്ഞ് അഭിമാനം കൊണ്ടിട്ട് കാര്യമില്ല. കാര്യം ഏത് ഉറവിടങ്ങളും പരിശോധിക്കാൻ പോലീസിനും എക്സൈസിനും പൂർണ്ണ സ്വാതന്ത്ര്യം മുഖ്യമന്ത്രി കൊടുത്തു കഴിഞ്ഞു. എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും സർക്കുലറും പോയിട്ടുണ്ട്. ഞങ്ങളുമായി നടത്തിയ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞത് ഒരു കക്ഷി രാഷ്ട്രീയക്കാരനും ഇതിൽ ഇടപെടാൻ അനുവദിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എത്ര പ്രശസ്തമെന്ന് പറയുന്ന കലാലയത്തിലേക്കായാലും പ്രിൻസിപ്പലിൻ്റെ അനുമതിയില്ലാതെ പോലീസിന് കയറി ചെല്ലാൻ കഴിയുന്ന ഒരു സാഹചര്യം ഈ സംസ്ഥാനത്തുണ്ട്. അത് നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ റെപ്യൂട്ടേഷൻ, നിങ്ങൾ ഇത്രയും കാലം 2001 തുടങ്ങിയ ഈ കോളേജ് ഏറ്റവും മെറിറ്റിൽ പ്രവർത്തിക്കുന്ന കോളേജാണെന്ന് എനിക്കറിയാം.
ഏറ്റവും മിടുക്കരായ കോളേജ് കുട്ടികളെയാണ് നിങ്ങൾ ഓരോ കൊല്ലവും പടച്ചുവിടുന്നത്. വിദേശ നാടുകളിലേക്ക് ചേക്കേറാനും പാകത്തിലും നല്ല നല്ല എഞ്ചിനീയേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനും ഈ കോളേജിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കോളേജിൻ്റെ പ്രാഗൽഭ്യവും പ്രശസ്തിയും അതിൻ്റെ കടയറുത്ത് വീഴ്ത്താനുള്ള ശ്രമം ഒരു വിദ്യാർത്ഥി വിചാരിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ എല്ലാ ജാഗ്രതകളും നിങ്ങൾ പാലിക്കണം. വരാന്തകളിൽ, നമ്മുടെ ഇടനാഴികളിൽ, കോളേജിൻ്റെ ഗേറ്റിൻ്റെ മുന്നിൽ ഏതെങ്കിലും അപരിചിതരെ കണ്ടാൽ ധൈര്യമായി നിങ്ങൾ ചോദിച്ചോളൂ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന്. ഇന്ത്യയിൽ എവിടെ പോകാനും ഒരു ഇന്ത്യൻ പൗരന് സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട് ഭരണഘടനാ പ്രകാരം. എന്നാൽ കുറച്ചു കാലം നമുക്ക് ആ സ്വാതന്ത്ര്യം വേണ്ട. കുറച്ച് അവകാശങ്ങൾ ധ്വംസിച്ചാലും ഒരു MDMA-കാരൻ്റെ പിറവിക്ക് നമ്മൾ സാക്ഷിയാകാൻ പാടില്ല എന്നാണ് എനിക്ക് പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്. നിങ്ങൾ പറയുന്നത് പോലെ, നിങ്ങൾക്കറിയുന്നത് പോലെ, നിങ്ങൾ ഇന്ന് ഈ മൈമിലൊക്കെ കാണിച്ചതുപോലെ ഈ മഹാമാരി, ഈ മഹാവിപത്ത്, കോവിഡിനും പ്രളയത്തിനും ശേഷം നമ്മളെ നേരിടുന്ന ഏറ്റവും വലിയ അസാധാരണ സാഹചര്യമാണ്. ഈ അസാധാരണ സാഹചര്യത്തെ ചെറുക്കാൻ നമുക്ക് അസാധാരണമായ തീരുമാനങ്ങൾ വേണം. നമ്മൾ ഒന്നായി ഒരേ ശബ്ദത്തിൽ ഒരു അലകടലിൻ്റെ ആത്മവീര്യത്തോടെ നമ്മൾ അടിച്ചു കയറി ഒരേ സ്വരത്തിൽ പറയുന്നു, നമ്മുടെ നാട്ടിൽ ഇത്തരം ഡ്രഗുകൾ ആവശ്യമില്ല. നമ്മുടെ നാട്ടിലെ അവസാനത്തെ MDMA-കാരന് വിട്ടുപോകുന്നത് വരെ നമുക്ക് സമാധാനം ഉണ്ടാകില്ല എന്നതുകൊണ്ട് തന്നെ നമ്മൾ വിശ്രമിക്കില്ല എന്ന് ഇവിടെ പ്രതിജ്ഞ ചെയ്യണം. നമ്മളുടെ ഈ പ്രതിജ്ഞയിൽ, നമ്മളെടുക്കുന്ന ഈ ശക്തിയിൽ ഏത് MDMA, എത്ര അന്താരാഷ്ട്ര നെറ്റ്വർക്ക് ഉണ്ടായാലും അവൻ്റെ നെറ്റ്വർക്ക് നിലം പൊത്തുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. മലയാളി സമൂഹത്തിനത് കഴിയും. ആ ഒരു ദിവസം ഉണ്ടാകട്ടെ. കണ്ടില്ലേ, നമ്മൾ മഴ പോലും ചിലപ്പോൾ കാർമേഘങ്ങൾ ഇങ്ങോട്ട് വന്ന് മഴ പെയ്യിക്കും നമ്മുടെ മേളിൽ. ഈ മഴയൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. മഴ നനഞ്ഞ് വളർന്നവനാണ് മലയാളി. ആകാശം മുട്ടെ നമ്മൾ ചിന്തിക്കുക. നമ്മളെ കാത്തിരിക്കുന്നത് വിലപ്പെട്ട കുറേ മണിക്കൂറുകളാണ്. നിങ്ങൾ ഒന്നിച്ച് അണിചേരുക. നമ്മൾ ഒരേ യാത്രയിൽ ഒരേ സ്വരത്തിൽ വിളിച്ചു പറയും, നോട്ട് ടു വയലൻസ്, നോട്ട് ടു ഡ്രഗ്, ഗുഡ് ബൈ. ഓക്കെ, അമൽ ജ്യോതി നമ്മുടെ സാറ് നമുക്ക് വേണ്ടി സംസാരിച്ചു കഴിഞ്ഞു. സാറ് നല്ല രീതിയിൽ തന്നെ നമ്മളോട് ഡ്രഗ്സിനെ പറ്റിയും ഡ്രഗ്സ് എന്തുകൊണ്ട് നമ്മൾ വേണ്ടാന്ന് വെക്കുന്നതിനെ പറ്റിയും പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്തതായിട്ട് നിങ്ങൾ എല്ലാവരും കണ്ടതുപോലെ നമ്മുടെ കൂടെ ഇവിടെ 4 മാസ്ക് ഔട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ ഒന്ന് സ്വീകരിക്കുകയാണ്. അവരൊന്ന് സ്റ്റേജിലോട്ട് വന്ന് ഡിഗ്നിറ്ററീസിനൂടെ ഒരു ഫോട്ടോ പ്ലീസ്. Mask out of Amal Jyoti College of Engineering. ഇത് അമൽ ജ്യോതിയുടെ ലഹരിക്കെതിരെയുള്ള പ്രതിഷേധം. അമൽ ജ്യോതി എന്നും ലഹരിക്കെതിരെയാണ്. അമൽ ജ്യോതിയുടെ കുട്ടികൾ എന്നും ലഹരിക്കെതിരെയാണ് എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് അമൽ ജ്യോതിയുടെ മാസ്ക് ഔട്ടുകൾ. This is Amal Jyoti College of Engineering Autonomous, and this is our fight against drugs, powered by Students' Council of AJCE. So, as a symbolic representation, as our pledge against drugs, we have an hand printing segment in the back side of RB Lawn. നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ കൈ പതിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരമുണ്ട്. അപ്പം പെയിന്റ് മുക്കി ആസ് എ പ്ലെഡ്ജ് എഗെയിൻസ്റ്റ് ഡ്രഗ്സ് നിങ്ങൾ എല്ലാവരും ആ ഒരു പ്ലെഡ്ജും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ടേ പോകാവൂന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഓൾസോ ഇവിടെ കാണുന്നത് നമ്മുടെ സ്റ്റേജിൻ്റെ സൈഡിലായിട്ട് നമുക്ക് കാണാം. ഇവിടെ ലൈവ് ഡ്രോയിങ്സ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഡ്രോയിങ് ക്ലബ് ഓഫ് AJCE അവിടെ ലൈവായിട്ട് ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗിവ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ടു ദ ഡ്രോയിങ് ക്ലബ് ഓഫ് AJCE. ലഹരിക്കെതിരെ നമുക്കൊരു പ്രതിജ്ഞ ചൊല്ലിത്തരുന്നതിനായി 24ന്റെ സ്വന്തം വിജയകുമാർ സാറിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് എണീറ്റ് നിന്ന് സാർ ചൊല്ലിത്തരുന്ന പ്രതിജ്ഞ നമുക്ക് ഏറ്റു ചൊല്ലാം. അപ്പം നമുക്ക് മഴ ഉടൻ വരുന്നുണ്ടോ എന്ന് തോന്നുന്നു. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി പിരിയാം. അപ്പം ഞാൻ ചൊല്ലാം, എല്ലാവരും ഏറ്റു ചൊല്ലുക. ഓക്കെ അല്ലേ? എൻ്റെ കേരളം എനിക്കെന്നും അഭിമാനം. സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു. മദ്യവും മയക്കുമരുന്നും കുട്ടികളെ പോലും ഇരയാക്കുന്നു. നിരപരാധികൾ ലഹരി വലയിൽ ബലിയാടാകുന്നു.
ലഹരി മാഫിയയുടെ വ്യാപനം ഞാൻ അറിയുന്നുണ്ട്. ഹോസ്റ്റൽ മുറികൾ ലഹരി സംഭരണ കേന്ദ്രമാകുന്നു. പ്രത്യക്ഷമായോ പരോക്ഷമായോ ലഹരി മരുന്ന് പ്രോത്സാഹിപ്പിക്കില്ല എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. സമൂഹത്തെ മുറിവേൽപ്പിക്കുന്ന ലഹരി വ്യാപനം സർവശക്തിയുമെടുത്ത് തടയുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. താങ്ക് യു. താങ്ക് യു സർ. ആരോഗ്യകരമായ ഒരു തലമുറയാണ് ഈ രാജ്യത്തിന്റെ സമ്പത്ത്. ഈ സമൂഹത്തെ തച്ചുടയ്ക്കുന്ന ലഹരി എന്ന വിപത്തിനെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കാം. ഡ്രഗ്സ് don't knock at your door with a warning. They slip in slowly, silently and destroy everything you ever dreamed of. ലഹരിക്കെതിരെയുള്ള ഈ ഒരു യാത്രയിൽ അമൽ ജ്യോതിയിലേക്ക് കടന്നു വന്ന മലയാളികളുടെ സ്വന്തം 24 ടീമിനെയും ശ്രീകണ്ഠൻ നായർ സാറിനെയും, ശ്രീകണ്ഠൻ നായർ സാറിന്റെ വൈഫ് ഉഷ മാം ഇവിടെ ഉണ്ട്, ഉഷ മാമിനെയും നമ്മുടെ കാഞ്ഞിരപ്പള്ളി DYSP അനിൽകുമാർ സാറിനെയും ഈ ഒരു യാത്രയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാവരെയും, അമൽ ജ്യോതി കോളേജിലെ എല്ലാ വിദ്യാർത്ഥികളെയും, നമ്മുടെ ഡയറക്ടർ ഫാദർ, നമ്മുടെ പ്രിൻസിപ്പൽ മാം, നമ്മുടെ ഡീൻ, നമ്മുടെ എല്ലാ അധ്യാപകരെയും അനധ്യാപകരെയും എല്ലാ വിദ്യാർത്ഥികളെയും ഈ ഒരു ലഹരിക്കെതിരെയുള്ള ഈ ഒരു പോരാട്ടത്തിൽ എല്ലാവർക്കും എല്ലാവിധ നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. എല്ലാവർക്കും 24ന്റെയും അമൽ ജ്യോതി കുടുംബത്തിന്റെയും പേരിലുള്ള നന്ദി അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് 24 ടീമിനും ശ്രീകണ്ഠൻ നായർ സാറിനും ഈ ഒരു ഉദ്യമത്തിനും അമൽ ജ്യോതി കുടുംബത്തിന്റെ പേരിലുള്ള നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. സോ പെയിന്റിംഗ് നമ്മളിപ്പോൾ സ്റ്റേജിലോട്ട് ഹാൻഡ് പ്രിന്റിന് വേണ്ടി നമ്മൾ സ്റ്റേജിലോട്ട് നമ്മുടെ പോസ്റ്റർ കയറ്റുന്നുണ്ട്. ഹാൻഡ് പ്രിന്റിന് വേണ്ടി ഡിഗ്നിറ്ററീസിനെ സ്വാഗതം ചെയ്യുന്നു. At Amal Jyoti College of Engineering, we don't just dream of better future. We build it. We rise, we lead, and we inspire. And this is powered by Students' Council. This is Amal Jyoti College of Engineering, and this is our fight against drugs. താങ്ക് യു. ഇവര് രണ്ടുപേരും നല്ല അവതാരകരാണ്. ഇവർക്ക് ടെലിവിഷനിൽ വാർത്ത വായിക്കാൻ സാധ്യതയുണ്ട്. So this is Student Council of Amal Jyoti Autonomous. It's me, Shaun Shajay And Shreya AB signing off. Thank you.